നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ആരാണ് വരാഹി ദേവി, വരാഹി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണ്, വരാഹി ദേവിക്ക് നൽകേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം വരാഹരൂപം പൂണ്ട ആദിപരാശക്തിയാണ് വരാഹി ദേവി അഥവാ വാരാഹി ലക്ഷ്മി അല്ലെങ്കിൽ പഞ്ചമി ദേവി എന്നറിയപ്പെടുന്നത്. കാട്ടുപന്നിയുടെ മുഖത്തോടു കൂടിയ ഈ ഭഗവതി പഞ്ചുരുളി, പന്നിമുഖി, ദണ്ഡനാഥ, വാർത്താളി, താന്ത്രികലക്ഷ്മി, അഷ്ടലക്ഷ്മി സ്വരൂപിണി, സമയേശ്വരി, രാത്രി ഭഗവതി തുടങ്ങിയ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന സപ്തമാതാക്കളിലെ അഞ്ചാമത്തെ ഭഗവതിയാണ്. പൊതുവെ കഠിനമായ വ്രതങ്ങളോ പൂജകളോ നിഷ്ഠകളോ കൂടാതെ തന്നെ ഭക്തരിൽ വേഗം അനുഗ്രഹം ചൊരിയുന്ന ഭഗവതിയാണ് വരാഹി ദേവി. മഹാവിഷ്ണുവിൻ്റെ വരാഹ അവതാരത്തിൻ്റെ ശക്തിയായി വരാഹി ദേവി ആദരിക്കപ്പെടുന്നു. മഹാലക്ഷ്മിയുടെ താന്ത്രിക രൂപമായ ഈ ഭഗവതി 8 വിധത്തിലുള്ള ദാരിദ്ര്യവും ഇല്ലാതാക്കുന്ന ഭഗവതിയാണ്. ആദിപരാശക്തിയായ ലളിത ത്രിപുരസുന്ദരിയുടെ ശക്തിസേനയുടെ സർവ്വസൈന്യാധിപതിയായ യോദ്ധാവായിട്ടും വരാഹരൂപം പൂണ്ട മഹാകാളിയായിട്ടും അഷ്ടലക്ഷ്മിമാരുടെ ഐക്യരൂപമായിട്ടും കാലത്തിൻ്റെ അധിപതിയായ സമയേശ്വരിയായിട്ടും ഭൂമിയുടെ അധിപതിയായിട്ടും ക്ഷിപ്രപ്രസാദിയായിട്ടും ദുരിതങ്ങളെ ഇല്ലാതാക്കുകയും ഇഷ്ടവരദായിനിയായിട്ടും ഭഗവതി ആദരിക്കപ്പെടുന്നു. ഐശ്വര്യം, വിജയം, സമ്പത്ത് എന്നിവയുടെ പൂർണ്ണരൂപമാണ് ഭഗവതി. പ്രധാനമായും ശാക്തേയ ആരാധനമൂർത്തിയാണെങ്കിലും ശൈവ വൈഷ്ണവ രീതിയിലും ബുദ്ധമതത്തിൽ വജ്രവരാഹി എന്ന പേരിലും ഭഗവതി ആരാധിക്കപ്പെടുന്നുണ്ട്. ജ്യോതിശാസ്ത്രത്തിൽ 27 നക്ഷത്രങ്ങളാണുള്ളത്. ചില നക്ഷത്രക്കാർ ഓരോരോ ദേവിയെയും ദേവന്മാരെയുമാണ് ആരാധിക്കുന്നത്. ഇങ്ങനെ പൂജിക്കുന്നത് വഴി ദേവികളെ പ്രീതിപ്പെടുത്തുവാൻ കഴിയുന്നു. ഓരോ നക്ഷത്രക്കാർക്കും ഓരോരോ ദേവിയുണ്ടെങ്കിലും പലർക്കും പല ദേവികളോട് കൂടുതൽ അടുപ്പം തോന്നുന്നു. വരാഹി ദേവിയെ ആരാധിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട്. അനുഗ്രഹം മൂലം ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നു. ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രക്കാർക്ക് മുൻകോപം വളരെ കൂടുതലാണ്. ഇവർക്ക് ശത്രുക്കൾ വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ എടുത്തുചാട്ടവും വളരെ കൂടുതലാണ്. ഇവർ വരാഹി ദേവിക്ക് തെച്ചിപ്പൂ പുഷ്പാഞ്ജലി സമർപ്പിക്കുന്നത് അത്യുത്തമമാകുന്നു. അടുത്ത നക്ഷത്രമായ ഭരണി നക്ഷത്രക്കാർക്ക് ശത്രുക്കൾ ഉണ്ടാകുമെങ്കിലും ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ ഇവർക്ക് ഏൽക്കാറില്ല. വരാഹി ദേവിയുടെ പൂർണ്ണ അനുഗ്രഹമുള്ള നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. ഈശ്വരാധീനം കൂടുതലുള്ള നക്ഷത്രമാണ് അനിഴം നക്ഷത്രം. ഇവർ പൊതുവെ സത്യസന്ധരാണ്. ഇവർ വരാഹി രൂപിയെ മനസ്സിൽ ധ്യാനിച്ച് 54 മഞ്ഞൾ കൊണ്ടുണ്ടാക്കിയ മാല ചാർത്തി പ്രാർത്ഥിക്കുന്നത് വഴി ഇവർക്ക് അഭിവൃദ്ധി പ്രാപിക്കുന്നു. അടുത്ത നക്ഷത്രമായ ചോതി നക്ഷത്രക്കാർ പൊതുവെ മുൻകോപികളാണ്. എന്നാൽ ഇവർ മറ്റുള്ളവരെ സഹായിക്കുവാൻ വളരെയധികം താല്പര്യം കാണിക്കുന്നു. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ വരാഹി ദേവിയുടെ അനുഗ്രഹം ഉള്ളവരാണ്. ഇവർ 108 മഞ്ഞളുകളുള്ള മഞ്ഞൾമാല ചാർത്തുന്നത് വഴി ഇവർക്ക് വരാഹി ദേവിയെ പ്രീതിപ്പെടുത്താം. പൊതുവെ കുടുംബത്തിന് ഐശ്വര്യം നൽകുന്ന നാളാണ് മകം നക്ഷത്രം. സമൂഹത്തിൽ ഉന്നത പദവി ലഭിക്കുന്നവരാണ് ഇവർ. ജീവിതത്തിൽ ഉയർച്ചകൾ ലഭിക്കുന്നതിന് വേണ്ടി വരാഹി ദേവിക്ക് ചെമ്പരത്തിപ്പൂ സമർപ്പിച്ചാണ് ഇവർ പ്രാർത്ഥിക്കേണ്ടത്. വളരെ നല്ലൊരു നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർ. പൊതുവെ മറ്റുള്ളവരെ ദ്രോഹിക്കുവാൻ താല്പര്യം കാണിക്കാത്തവരാണ് ഇവർ. ദേവിക്ക് ചെമ്പരത്തിപ്പൂമാല സമർപ്പിക്കുന്നത് വഴി ജീവിതത്തിൽ തകർച്ചകളെ തരണം ചെയ്യുവാൻ സാധിക്കുന്നു. വളരെ ശുദ്ധ മനസ്ഥിതിയുള്ളവരാണ് വിശാഖം നക്ഷത്രക്കാർ. ഇവർ ജനനം മുതലേ വരാഹി ദേവിയുടെ അനുഗ്രഹം ലഭിച്ചിരിക്കുന്നവരാണ്. ഇവർ നാളികേര ദീപം കത്തിക്കുന്നതാണ് അനുയോജ്യം. സ്നേഹിക്കുന്നവരോട് കൂടുതൽ അടുത്തു നിൽക്കുന്ന നക്ഷത്രമാണ് ചിത്ര നക്ഷത്രക്കാർ. കലഹം ആഗ്രഹിക്കാത്തവരാണ് ഇവർ. ഇവർ ദേവിക്ക് 54 മഞ്ഞൾ കെട്ടി ചാർത്തുന്നത് ഉത്തമമാണ്.
സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് കൂടുതൽ മുൻഗണന കൊടുക്കുന്നവരാണ് രേവതി നക്ഷത്രക്കാർ. തെച്ചിപ്പൂമാല സമർപ്പിക്കുന്നതാണ് ഇവർക്ക് ഉത്തമം. ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ചെയ്യുന്നത് വളരെ ഉത്തമമാകുന്നു. വെളുത്തവാവ്, കറുത്തവാവ് എന്നിവ കഴിഞ്ഞു വരുന്ന 5-ാമത്തെ ദിവസത്തെയാണ് പഞ്ചമി എന്ന് പറയുന്നത്. ഈ 2 ദിവസങ്ങളാണ് വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതിന് ഏറ്റവും ഉത്തമമായി കരുതപ്പെടുന്നത്. ചൊവ്വ, വെള്ളി, ശനി, പൗർണമി ദിവസങ്ങൾ നവരാത്രി പ്രധാനമാകുന്നു. ആഷാഢ നവരാത്രി അതിവിശേഷവുമാകുന്നു.